നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. എന്നെ ആരും തടയണ്ട. കാണിക്കുന്നേ എന്താ പറ്റിയേ? ഐശ്വര്യ, ഐശ്വര്യ കണ്ണു തുറക്ക്. എടുത്ത് കണ്ണു തുറക്ക്. ആന്തടാ ഐശ്വര്യ മോളെ. ആന്തടാ ഐശ്വര്യ, എന്താ മോളെ? മോളെ ഐശ്വര്യ എന്താ പറ്റിയേ? കണ്ണു തുറന്നേ. എടുത്തേ. എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഇരുട്ട് പോലെ. ഈശ്വര, ഞാൻ കാർ എടുക്കാം. എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോ. അതാ സാർ നല്ലത്. സാർ കാർ എടുക്ക. വേണ്ട, എനിക്കിപ്പോ കുറച്ച് കുറവുണ്ട്. അയ്യോ ഈശ്വര. അരുൺ, സംസാരിക്കാനുണ്ട്. അച്ഛാ, വരാനാ പറഞ്ഞത്. മോളെ ഐശ്വര്യ നോക്കിയോണേ. ശരി ഐശ്വര്യ, ഇപ്പൊ ഓക്കെ ആയോ? അരുണ് രഹസ്യമായിട്ട് വഴക്ക് പറയാൻ കൊണ്ടുപോവാ. എന്റെ അഭിനയം ഏറ്റു. ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. എടാ, ഐശ്വര്യക്ക് ദേഷ്യം കുറച്ച് കൂടുതലാ എന്ന് കരുതി നീ അവളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? അത് ഈ അവസ്ഥയിൽ എനിക്ക് നിന്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലാവുന്നത്. അരുൺ, നിന്റെ കുഞ്ഞ് ഐശ്വര്യയുടെ വയറ്റിലുള്ളത്. അതെന്താ ഒരു നിമിഷം പോലും നീ ഓർക്കാത്തെ? ഒന്നുമില്ലെങ്കിൽ നീ അഖിയെ കണ്ടുപിടിക്കും. ഐശ്വര്യ പറഞ്ഞതിൽ ഇപ്പൊ എന്താ തെറ്റ്? ഈ അവസ്ഥയിൽ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങള് ഏത് പെൺകുട്ടിക്ക് തോന്നുന്നതാടാ? അത് നീ സാധിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യാം അല്ലേ? എന്നിട്ട് ഒരു ഗർഭിണി പെണ്ണിനെ തല്ലാൻ ഒരുങ്ങാം. നിനക്ക് യാതൊരു ബോധവും ഇല്ലാതായോ അരുണേ? ഇങ്ങനെ ഒരു സമയത്താ ഒരു പെണ്ണിന് ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ കിട്ടേണ്ടത്. ഈ ഒരു അവസ്ഥയില് അവള് ഭർത്താവിന്റെ സാമീപ്യം കൂടുതൽ ആഗ്രഹിക്കും. അതൊരു തെറ്റാണോ? നീ അവളെ പിടിച്ച് തള്ളുകയും ചെയ്താൽ വയറ്റിലുള്ള കുഞ്ഞിനാക്കിയത്. ഒരു നിമിഷമെങ്കിലും നീ അത് ഓർത്തോ? നിസ്സാരമായ ഒരു ആവശ്യമാണ് ഐശ്വര്യ പറഞ്ഞത്. അത് സാധിച്ചു കൊടുക്കാൻ നിനക്ക് മനസ്സില്ല. എന്നാൽ നല്ലൊരു വാക്കെങ്കിലും പറഞ്ഞൂടെ? നീ അതാണോ ചെയ്തത്? അച്ഛാ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഇനി എന്തിനാ ഏട്ടനെ വഴക്ക് പറയുന്നത്? പിന്നെ വഴക്ക് പറയാതെ അരുൺ എന്താ പകരം വാശി കാണിക്കാൻ കൊച്ചുകുട്ടിയാണോ? ഇനി ഏട്ടൻ പൊയ്ക്കോട്ടെ. പറയുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.